സ്വാമി പറയും സ്വാമി പറയുമ്പോൾ നമ്മൾ മുഴുവൻ കാര്യങ്ങൾ സ്വാമി പറയും എന്തിന്റെ വിശ്വാസമാണ് എന്താണ് ചെയ്യുന്നത് ഇതുകൊണ്ട് ഭക്തർക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്റെ പേര് പ്രസാദ്. എന്റെ സ്ഥലം ആറന്മുളയാണ്. ഞാൻ 54-ാമത്തെ വർഷമാണ് ശബരിമലയിൽ പ്രവൃത്തി പാർട്ടിയായിട്ട് ഇരിക്കുന്നത്. എന്റെ അച്ഛൻ്റെ കൂടെ എന്റെ 10 വയസ്സ് മുതൽ ഞാൻ ഇവിടെ വന്നു തുടങ്ങിയിട്ടുള്ളതാണ്. കേശവാദിപാദം എന്ന മന്ത്രമാണ് ഞങ്ങൾ പറയക്കൊട്ടി പാടുന്നത്. പറയ്ക്ക് മുന്നിലിരിക്കുന്ന ആളിനെ ഭഗവാൻ അയ്യപ്പൻ എന്ന് പറയ്ക്ക് പിന്നിലിരിക്കുന്ന ഞാൻ പരമശിവൻ എന്ന സങ്കല്പമാണ് ഈ പറവട്ടി പാട്ടിന്റെ ഐതിഹ്യം. 12 രാജധാനി അയ്യപ്പൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് മന്ത്രിയുടെ ആജ്ഞയും സൈന്യാധിപനും ചേർത്ത് ഭഗവാനോട് നൂലേക്കാൻ ശ്രമിച്ചപ്പോൾ മഹാദേവനായ പരമശിവൻ മലവേലന്റെ വേഷത്തിൽ അവിടെ ചെന്ന് ഭഗവാൻ ഉണ്ടായിട്ടുള്ള ദോഷങ്ങളെല്ലാം തീർത്തു എന്നാണ് ഐതിഹ്യം. അതിനുശേഷം ഭഗവാൻ ജ്യോതിയാലോട് ലയിച്ചു ചേർന്നു ഭക്തിയോട് വരവ് തുടങ്ങി. മരണം, തീപിടുത്തം ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ അന്നത്തെ മഹാരാജാവ് ദേവപ്രശ്നം വെച്ചു. ആ ദേവപ്രശ്ന വിധിപ്രകാരം ഇവിടെ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾക്ക് ഭക്തിയുടെ അശുദ്ധിയുണ്ടാകണമെന്നും ആ അശുദ്ധിക്ക് പരിഹാരമായിട്ട് പരിഹാരങ്ങളുടെ ഭാഗമായിട്ട് വേലന്മാരെ ക്ഷണിച്ചു വരുത്തി പറവട്ടി പാടിച്ച് ദോഷം തീർത്തതിന് ശേഷം മാത്രമേ 18 പടി ചവിട്ടാൻ പാടുള്ളൂ എന്നായിരുന്നു രാജകൽപ്പന. അതിന് പ്രകാരം ഒരു 40 വർഷം മുൻപ് വരെയും 18 പടിക്ക് താഴെയായിരുന്നു പറവട്ടി പാട്ട് എന്ന ചടങ്ങ് നടന്നു വന്നിരുന്നത്. കേശാധിപാതം എന്ന മന്ത്രം, അതായത് ഈ പ്രണവാക്ഷത്തിൽ ഉപയോഗിച്ച് ഈ പറയ്ക്ക് ഓതുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളിൻ്റെ ദേഹത്തുള്ള ദോഷങ്ങൾ, കുടുംബത്തുള്ള ദോഷങ്ങൾ, ശരീര ദോഷങ്ങൾ, സകല ദോഷങ്ങളും മാറി ആൾ പരിശുദ്ധനായി എന്നാണ് ഈ ചടങ്ങിൻ്റെ പ്രാധാന്യം.